മലയാള സിനിമയിൽ കാസ്റ്റിംഗിൽ മാറ്റം വന്ന് പിന്നീട് വലിയ വിജയങ്ങളോ ശ്രദ്ധേയമോ ആയി മാറിയ സിനിമകൾ. ഒന്നാമത്തെ സിനിമ ദൃശ്യം. ജിത്തു ജോസഫ് ആദ്യം ഈ കഥ മമ്മൂട്ടിയോടാണ് പറഞ്ഞത്. പിന്നീട് ശ്രീനിവാസനെയും ആലോചിച്ചിരുന്നു. ഒടുവിൽ ലാലേട്ടനിലേക്ക് എത്തിയ സിനിമ മലയാള സിനിമയിലെ തന്നെ വലിയൊരു നാഴികക്കല്ലായി മാറി. ഗോമസ് എന്ന ഐക്കോണിക് കഥാപാത്രമായി ആദ്യം മമ്മൂട്ടിയാണ് വിചാരിച്ചിരുന്നത്. അദ്ദേഹം അത് നിരസിച്ചതോടെ ആ വേഷം മോഹൻലാലിലേക്ക് എത്തുകയും അദ്ദേഹത്തെ സൂപ്പർസ്റ്റാർ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഒരു CBI ഡയറിക്കുറിപ്പ്. സേതുരാമയ്യർ എന്ന കഥാപാത്രമായി ആദ്യം മോഹൻലാലിനെ ആയിരുന്നു ചിന്തിച്ചിരുന്നത്. എന്നാൽ തനിക്ക് അത് ചേരില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞതോടെയാണ് മമ്മൂട്ടിയിലേക്ക് ആ വേഷം എത്തുന്നത്. ലാസ്മേറ്റ്സ് നരേൻ ചെയ്ത പയസ് എന്ന കഥാപാത്രം ആദ്യം കുഞ്ചാക്കോ ബോബനോടാണ് ചോദിച്ചത്. സിനിമകളിൽ നിന്ന് താൽക്കാലികമായി ബ്രേക്ക് എടുത്തിരുന്നതിനാൽ ചാക്കോച്ചൻ അത് നിരസിച്ചു. പിന്നീട് നരേൻ ആ വേഷം ഗംഭീരമാക്കി. ഫ്രണ്ട്സ് എന്ന സിനിമ സംവിധായകൻ സിദ്ദിഖ് ആദ്യം സുരേഷ് ഗോപിയെയായിരുന്നു ചിത്രത്തിലെ ഒരു പ്രധാന വേഷത്തിനായി കാസ്റ്റ് ചെയ്തത്. ചില തെറ്റിദ്ധാരണകൾ കാരണം അദ്ദേഹം പ്രോജക്റ്റിൽ നിന്ന് മാറിയപ്പോൾ പകരം ജയറാം ആ വേഷം ചെയ്തു. രാംജിറാവു സ്പീക്കിംഗ്. ചിത്രത്തിലെ ബാലകൃഷ്ണൻ എന്ന പ്രധാന വേഷത്തിലേക്ക് ആദ്യം ക്ഷണിച്ചത് ജയറാമിനെയായിരുന്നു. അദ്ദേഹം അത് നിരസിച്ചതോടെയാണ് നവാഗതനായ സായകുമാറിന് ആ വേഷം ലഭിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ്. സൂപ്പർസ്റ്റാർ ഹരീന്ദ്രൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടിയെയാണ് ആദ്യം എഴുത്തുകാരൻ സച്ചി മനസ്സിൽ കണ്ടത്. എന്നാൽ പിന്നീട് ചില മാറ്റങ്ങളോടെ പൃഥ്വിരാജ് ഈ വേഷം ചെയ്യുകയായിരുന്നു. മീശ മാധവൻ. ലാൽ ജോസ് ആദ്യം മാധവൻ എന്ന കള്ളന്റെ വേഷം കുഞ്ചാക്കോ ബോബനെ മനസ്സിൽ കണ്ടാണ് ആലോചിച്ചത്. അദ്ദേഹം അത് ചെയ്യാതിരുന്നതോടെ വേഷം ദിലീപിലേക്ക് എത്തുകയും അത് വലിയ ഹിറ്റാവുകയും ചെയ്തു. തന്മാത്ര. ബ്ലസ്സി ആദ്യം താൽപര്യപ്പെട്ടത് തമിഴ് താരം വിക്രമിനെയായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റ് സിനിമകളുടെ തിരക്കുകൾ കാരണം അത് നടക്കാതെ വരികയും പിന്നീട് മോഹൻലാൽ ആ കഥാപാത്രത്തെ അനശ്വരമാക്കുകയും ചെയ്തു.